യോ ഗായ്സ്, ഞാൻ നമ്മുടെ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, വളരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. പക്ഷേ എന്താ പറയുക, എല്ലാവരും ഒരേ തരത്തിൽ തന്നാൽ എനിക്കൊരു എന്താ പറയുക, ഉപദേശം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. മനസ്സിലായോ? അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലഡാക്ക് ട്രിപ്പ് വളരെ എന്താ പറയുക, ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ എനിക്കറിയാം എൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റി ഡ്രോപ്പ് ആയത് വോയിസിലാണ്. ഞാൻ ഇപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൈക്കല്ല, ഇത് ബോട്ടിലൊരു മറ്റേ വയേർഡ് ഹെഡ്ഫോണാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആന വാങ്ങിയ ആൾ തോട്ടി വാങ്ങിയില്ല എന്ന് പറഞ്ഞില്ലേ, ആ കണക്കാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ടിപ്സും കാര്യങ്ങളും ഉപദേശവും ഞാനത് സ്വീകരിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ മേടിക്കാനുള്ള ഒരു എന്താ പറയുക, സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് മേടിക്കാതിരുന്നത്. സോ മൈക്കാണ് നമുക്ക് തന്ന ഏറ്റവും വലിയ പണി. സോ ഞാനിപ്പോൾ ആദ്യം ഇപ്പോൾ സംസാരിക്കുന്നത് അതേ സെയിം മൈക്കിലാണ്. നമ്മൾ ലഡാക്ക് കയറിയപ്പോൾ ഉള്ള മൈക്കിൽ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ നിന്ന് സംസാരിക്കുമ്പോൾ ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ വണ്ടി ഒരു 30 എബോവ് അല്ല 40, ഒരു 50ൻ്റെ എബോവ് ഒക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഭയങ്കര ബ്ലാസ്റ്റ് വരും. പിന്നെ വോയിസ് ഒന്നും ക്ലിയർ ആവുന്നില്ല എന്നാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത്. ഞാനും കേട്ട് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് റൺ ചെയ്ത് നമുക്കിതിൻ്റെ കമ്പാരിസൺ ഒന്ന് ചെയ്യാം. ഞാനൊരു ഹെഡ്ഫോൺ മേടിച്ചിട്ടുണ്ട്. സോറി, ഹെഡ്ഫോണല്ല, ഞാൻ ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു വോയിസ് എങ്ങനെ ഇരിക്കുമെന്ന് ഞാനിപ്പോൾ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓടിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് വോയിസ് എന്നും നമുക്കൊന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ടല്ലേ? നാട്ടിലെത്തിയ സുഖം തന്നെ കേട്ടോ. പക്ഷേ ട്രിപ്പിൻ്റെ ആ ഒരു വൈബ് പോയത് ഭയങ്കര എന്താ പറയുക, സങ്കടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ, ഒരു 60 എബോവ് ഞാൻ കയറിയിട്ടുണ്ട്. 70ലാണ്. നിങ്ങൾ വോയിസ് ക്ലിയർ ആണോ അല്ലയോ എന്നൊന്ന് പറയാം കേട്ടോ. ക്ലിയർ അല്ല എനിക്കറിയാം, എന്നാലും ഞാൻ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുകയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വോയിസ്. മീൻസ് എനിക്ക് ലഡാക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഉണ്ടായിരുന്ന അഡ്ജസ്റ്റബിളാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പറ്റുന്നില്ല. എത്ര എഡിറ്റ് ചെയ്താലും വോയിസ് അങ്ങോട്ട് ശരിയാവുള്ള. വീഡിയോ ഫുട്ടേജ് നല്ലതായിരുന്നു, പക്ഷേ വോയിസ് അങ്ങോട്ട് ശരിയാവണില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ആക്ഷൻ 5ന് വേണ്ടിയിട്ട് ഒരു ഫിൽറ്ററും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണാം, നമ്മൾ ലഡാക്ക് ട്രിപ്പ് കയറുമ്പോഴാണെങ്കിലും തിരിച്ച് വരുമ്പോഴാണെങ്കിലും നമുക്ക് കണ്ണ് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് ഡിസ്റ്റർബ് ആയിട്ടുണ്ടായിരുന്നു വീഡിയോ ക്വാളിറ്റിക്ക്. സോ അത് കാരണം ഞാനൊരു ഫിൽറ്ററും കൂടെ വാങ്ങിയായിരുന്നു കേട്ടോ. നമുക്ക് രണ്ടും ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതാണ്. അപ്പോൾ എനിക്ക് ലഡാക്ക് പോയതിൽ കിട്ടിയ പണികളാണ് ഇത്. മൈക്ക് തന്ന പണിയെന്ന് പറയാമല്ലോ. അപ്പോൾ എൻ്റെ വ്യൂസൊക്കെ ആദ്യം നല്ല രീതിയിൽ വന്നിരുന്നെങ്കിലും പിന്നീട് ഡ്രോപ്പായി. അതിന് ഇതന്നെയാണ് കാരണം. അത് നമ്മുടെ ഒരു 2-3 സബ്സ്ക്രൈബേഴ്സ് പറയുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല. നമുക്കപ്പോൾ പുതിയതായി മേടിച്ച മൈക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൈക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ, ഇതാണ് നമ്മുടെ എന്താ പറയുക, സോണിയുടെ ECM ലെവൽ 1 എന്ന് പറയുന്നൊരു മൈക്കാട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഡെഡ് ക്യാറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഡെഡ് ക്യാറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പഞ്ഞി, എയർ ബ്ലാസ്റ്റ് ഒന്നും ഇല്ലാതിരിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അതൊന്നും മേടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ 3mm പോയിൻ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബോയയുടെ BYK4 എന്ന് പറയുന്നത് 3.M TRS ആണ് കേട്ടോ. നമ്മുടെ ഇത് വന്നിട്ട് TRS ആണ്, അറിയില്ലേ TRS? അപ്പോൾ ടൈപ്പ് C to 3.M ഫീമെയിൽ ടു മെയിൽ കേട്ടോ. അഡാപ്റ്ററും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാധനമാണ് നമുക്ക് പുതിയതായി മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ ഹെൽമെറ്റിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ വോയിസ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ
ഇത് അയ്യോ ടെലിസിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു എന്താ പറയുക ഒരു 4 ഫിൽറ്റർ കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇട്ട് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എങ്ങനെ ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സമയം കളയാതെ വേഗം ഹെൽമെറ്റിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ ഹെൽമെറ്റിൽ നമ്മുടെ മൈക്ക് സെറ്റ് ചെയ്തു കേട്ടോ. ഏകദേശം ഇതേ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, 2 ചത്ത പൂച്ചനെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ചത്ത പൂച്ച എന്ന് പറഞ്ഞാൽ ഡെഡ് കേറ്റാണേ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വിൻ നോയ്സ് ഒക്കെ ഇത് കുറയ്ക്കും തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ബോയയുടെ കണക്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളെ ക്യാം അത് എങ്ങനെയാണ് വരുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഇതാക്കി നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. പിന്നെ വേറൊന്നുകൂടെ കാണിച്ചു തരാം. നമ്മളിത് ഇതാണ് കേട്ടോ, എന്താ പറയുക, ഇത്രയും കാലം മൈക്കായിട്ട് ഉപയോഗിച്ചിട്ട് ബോട്ടിൻ്റെ ഒരു ഹെഡ്ഫോണാണ്, വയേർഡ് ഹെഡ്ഫോൺ കേട്ടോ. ഇത് ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ മൈക്ക് വാങ്ങിയേക്കണേ, സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോയെന്ന് നിങ്ങൾ സൗണ്ട് കേട്ടിട്ട് അയ്യോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ക്വാളിറ്റി. ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തതൊന്നും ശരിയായില്ല, കാരണം ഇതിനകത്ത് എന്തൊക്കെയോ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നത് ബോട്ടിൻ്റെ എന്താ പറയുക, മൈക്ക് വെച്ചപ്പോഴും ഞാൻ സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്താണോ ഡിഫോൾട്ട് സെറ്റിങ്സ് അത് വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഇതിനേക്കാൾ നല്ല മൈക്ക് അതാണോ എന്ന് എനിക്കൊരു സംശയം. ഓക്കെ, ഇത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്ക് സ്റ്റീരിയോ മൈക്കാണ്, നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഡബിൾ മൈക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് നോയ്സ്, അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് പോലും ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് മോട്ടോ വ്ളോഗിങ്ങിന് സെറ്റാവുമോ അറിയില്ല. ഞാൻ എന്നിട്ട് കുറേ റിസർച്ച് ചെയ്ത് സെറ്റിങ്സ് കണ്ടുപിടിച്ചു. ഞാനപ്പോൾ അത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ വോയിസ് എന്ന് ഇപ്പോഴും എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നി? ഈ വോയിസ് ഓക്കെ ആണോ, അതോ മറ്റേ എൻ്റെ കഴിഞ്ഞ ബോട്ടിൻ്റെ ഹെഡ്ഫോൺ വെച്ചില്ലേ ആ വോയിസ് ആണോ നല്ലത്? നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത്, ഞാനിപ്പോൾ എടുത്തൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ, വോയിസ് ഓക്കെ ആണ്. അപ്പോൾ സെറ്റിങ്സിൻ്റെ പ്രശ്നമായിരുന്നു. ഗായ്സ്, എല്ലാവർക്കും എല്ലാം അറിയുന്നുള്ള എന്താ പറയുക, എല്ലാം അറിയണമെന്നുള്ള ഇതില്ലല്ലോ. എനിക്കും കുറേ കാര്യങ്ങൾ അറിയില്ല, ഇപ്പോൾ ഞാനത് പഠിച്ചു. അപ്പോൾ ഇനി നാളെ നിങ്ങൾക്കത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ്. ഇപ്പോൾ ഒരു 50-ലാണ് പോകുന്നത്. ഇനി എത്ര നോയ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുറച്ചെങ്കിലും ഇഞ്ചിൻ്റെ വോയിസ് വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്ത് എന്താ പറയുക, പ്രോ മോഡൊന്നും ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് പ്രോ മോഡൊക്കെ ഞാൻ ഓൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അത് 85, 90-ലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. വിൻ നോയ്സ് എങ്ങനെയുണ്ട്, ഈ വോയിസ് ഓക്കെ ആണോ എന്ന് നിങ്ങളൊന്ന് പറയാട്ടോ. നിങ്ങളെ കമൻറ്റും നിങ്ങളുടെ ടിപ്സിലാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. മീൻസ് ലൈക്ക് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ. അതായത് എൻ്റെ വീഡിയോ എനിക്കറിയാം, എൻ്റെ വീഡിയോ വ്യൂസ് കുറച്ച് ഡ്രോപ്പ് ആവാനുള്ള കാരണം, കുറച്ചല്ല ഒത്തിരി ഡ്രോപ്പ് ആവാനുള്ള കാരണം, നല്ല വീഡിയോ ആയിരുന്നെങ്കിലും ഓഡിയോ ക്വാളിറ്റി കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി ഇപ്പോൾ ഞാനൊരു 80, 90-ലാണ് ക്രൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ എയർ ഫിൽറ്റർ. സോറി, എയർ ഫിൽറ്റർ അല്ല, അപ്പോൾ നമ്മുടെ എന്തിട്ടാ അതിൻ്റെ പേര്, അയ്യോ, ക്യാമറ ഫിൽറ്റർ. അതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക, ക്യാമറ ഫിൽറ്റേഴ്സ്. 4 ഫിൽറ്റർ വരുന്നുണ്ട്. ഒരു ND32, ND16, ND8, ഒരു CPL. ഞാൻ ഇത് മേടിക്കണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നുപോയി, 2000 സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മേടിക്കണമെന്ന് വിചാരിച്ചതല്ല,
പക്ഷേ നമുക്ക് നമ്മുടെ ട്രിപ്പിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്താ പറയുക, ഓപ്പോസിറ്റ് സണ്ണ് വരുന്ന സമയത്തും ബാക്കിയുള്ള കുറച്ച് ഓപ്പൺ ഹൈവേസിലൊക്കെ നമ്മുടെ ഭയങ്കരമായിട്ട് ബ്ലറി ആവുന്നതും അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നതും. സോ അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം, നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഫിൽറ്റർ ഇട്ടതിന് ശേഷം നമ്മുടെ വിഷ്വൽസ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയാം കേട്ടോ ഈ വിഷ്വൽസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. എനിക്കിതുവരെ അറിയില്ല. ഓക്കെ, ഞാൻ അറിയാലോ നിങ്ങൾക്ക്, ഞാൻ അത്ര എഡിറ്റിങ്ങോ ഫിൽറ്റേഴ്സോ ഒന്നും കയറ്റാറില്ല. നമുക്ക് റോ വീഡിയോസിനോടാണ് എനിക്കൊക്കെ താല്പര്യം. നിങ്ങൾക്കും എൻ്റെ വീഡിയോസ് അങ്ങനെയാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിപ്പോൾ ഡയറക്റ്റ് എഡിറ്റിംഗ് ഒന്നും അല്ലല്ലോ, ജസ്റ്റ് നമുക്ക് മോഷൻ ബ്ലറും സണ്ണ് ഡയറക്റ്റായിട്ട് വരുന്ന സമയത്ത് അഡ്ജസ്റ്റബിളും ആകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇതിന് അത്ര വലിയ റേറ്റ് ഒന്നും വന്നിട്ടില്ല, 2000 സംതിങ് ആണ്. ഞാനത് സ്ക്രീനിലിടാം, എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ മോഷൻ ബ്ലറും ഇതെല്ലാം സെറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കമൻറ്റിനും നിങ്ങൾ പറഞ്ഞ ടിപ്സിനും ഒരുപാട് നന്ദി. ഞാൻ എൻ്റെ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ ആദ്യം ചെയ്ത പരിപാടിയാണ്, ഞാൻ നേരത്തെ തന്നെ മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചെയ്തതാണ് നമ്മുടെ മൈക്ക് അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇതാണ് മൈക്കിലെ വോയിസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റിയും ഇനി മുതൽ എന്താണെന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയുക, വീഡിയോ ഓക്കെ ആണോ ഓഡിയോ ഓക്കെ ആണോ എന്നെല്ലാം നിങ്ങൾ കണ്ടതിന് ശേഷം നിർബന്ധമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റിലാണ് എനിക്ക് മുന്നേറാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒത്തിരി സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും അങ്ങനെ സപ്പോർട്ട് കിട്ടണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുന്നതിനോടുകൂടി ഹൈപ്പ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. ഹൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കത് എന്താ പറയുക ഒത്തിരി പേരിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ഞാനൊരു എക്സ്ക്ലൂസീവ് എന്താ പറയുക ഫസ്റ്റ് ടൈം ഇൻ യൂട്യൂബ് ഒരു കണ്ടൻറ്റ് കൊണ്ട് ഞാൻ വരുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാം കോൺട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.